ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോർജൻസൺ മോഡൽ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഷൂൾ സജഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോർജൻസൺ കഴിഞ്ഞിട്ട് പിന്നെ ഷൂൾസിൻ്റെ തിയറി പറഞ്ഞു അല്ലേ. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം കൂടി നമുക്ക് നടക്കില്ല ഒന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് തോന്നുന്നു അല്ലേ. ഓക്കെ, ലാസ്റ്റ് വൺ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷൂൾ സജഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചർ എന്നുള്ള ഭാഗം നോക്കാം. അതിൽ ട്രഡീഷണൽ അഗ്രികൾച്ചർ അക്കോർഡിംഗ് ടു ഷൂൾസ് ഈസ് ആൻ ഇക്വിലിബ്രിയം വിത്ത് സ്റ്റാറ്റിക് ആർട്ട് ഓഫ് കൾട്ടിവേഷൻ. ട്രഡീഷണൽ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഫാക്ടേഴ്സ് വിച്ച് ആർ മോർ പ്രൊഡക്റ്റീവ് ദാൻ എക്സിസ്റ്റിംഗ് വൺ. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രഡീഷണൽ അഗ്രികൾച്ചർ ട്രാൻസ്ഫോം ചെയ്യും, മാറ്റും അല്ലേ. ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഫാക്ടേഴ്സ്. അക്കോർഡിംഗ് ടു ഹിം ദർ ഈസ് എ നീഡ് ടു ക്രിയേറ്റ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ദ ആർട്ട് ഓഫ് കൾട്ടിവേഷൻ ഷുഡ് ബി ചേഞ്ച്. ഷൂട്ട്സിൻ്റെ അഭിപ്രായത്തിൽ നീഡ് ടു ക്രിയേറ്റ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ നിക്ഷേപങ്ങളും അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് അഗ്രികൾച്ചർ ആർട്ട് ഓഫ് കൾട്ടിവേഷൻ ഷുഡ് ബി ചേഞ്ച്. ഷൂൾ സജഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ്. ഇനി ഷൂൾസ് അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൽ പോളിസി അപ്രോച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോളിസി അപ്രോച്ച് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഷൂൾസ് ദർ ആർ 2 പോളിസി അപ്രോച്ചസ് വിച്ച് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഫാസ്റ്റർ ദ യൂസ് ഓഫ് ന്യൂ ഫാക്ടേഴ്സ് ബൈ ദ ഫാർമേഴ്സ്. ദീസ് ആർ മാർക്കറ്റ് അപ്രോച്ച് ആൻഡ് കമാൻഡ് അപ്രോച്ച്. 2 തരം അപ്രോച്ചാണ് ഷൂൾസ് പറയുന്നത്. ഒന്ന് മാർക്കറ്റ് അപ്രോച്ചും ഒന്ന് കമാൻഡ് അപ്രോച്ചും. മാർക്കറ്റ് അപ്രോച്ച് ഫാർമേഴ്സ് ആർ ഗിവൺ ഫ്രീഡം ടു ഡിസൈഡ് അബൌട്ട് ദ അഡോപ്ഷൻ ഓഫ് ന്യൂ ഇൻപുട്സ്. ഫാർമേഴ്സിന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാൻ. ദേ ആർ അലൗഡ് ടു ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി ഓഫ് ന്യൂ ഫാക്ടേഴ്സ്. ഓൺ ദ അതർ ഹാൻഡ് കമാൻഡ് അപ്രോച്ച് ദ ഫാർമേഴ്സ് നോട്ട് ഫ്രീ ടു ഡിസൈഡ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് ന്യൂ ഇൻപുട്സ്. കമാൻഡ് അപ്രോച്ചിൽ ഫാർമേഴ്സിന് എന്ത് വേണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഇതില്ല. എവറിത്തിങ് ഈസ് ഡിസൈഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റാണ് എല്ലാം തീരുമാനിക്കുന്നത്. ദ സ്റ്റേറ്റ് സപ്ലൈസ് ദ ന്യൂ ഇൻപുട്സ് ആൻഡ് ഡയറക്ട് ദ ഫാർമേഴ്സ് ടു ദം. സ്റ്റേറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഫാർമേഴ്സിനോട് അത് ഇന്നത് വേണം എന്ന രീതിയിൽ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. ഫാർമേഴ്സ് ഹാവ് നോ ചോയ്സ്. ഫാർമേഴ്സിന് യാതൊരു ചോയ്സ് ഇല്ല. ദേ ഹാവ് ടു അഡോപ്റ്റ് ദ ന്യൂ ഇൻപുട്ട് സപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്താണോ സപ്ലൈ ചെയ്യുന്നത് അത് ഉപയോഗിക്കാനാണ് അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഡിപ്പെൻഡ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് process of transformation depend on the demand and supply ഓഫ് ന്യൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ദ ന്യൂ ഫാക്ടറി ഷുഡ് ബി മോർ പ്രൊഡക്റ്റീവ്. പുതിയത് കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ എന്താവും? ഉൽപ്പാദനക്ഷമത ഉള്ളതാവും ട്രഡീഷണൽ ഫാക്ടേഴ്സിനേക്കാളും. ഓക്കെ, പിന്നെ ദർ ആർ സർട്ടൻ പ്രോബ്ലം ഇൻ സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ്. ഷുഡ് ഡിസ്കസ് ദീസ് പ്രോബ്ലം ആൻഡ് മേക്ക് സജഷൻ. അപ്പോൾ ഈ പുതിയത് കൊണ്ടുവരുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഷൂൾസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നത് സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നോ നീഡ് ടു എൻഷുർ സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ് ഈസ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ദാറ്റ് ടു റീസണബിൾ പ്രൈസ്. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഇഫക്റ്റീവ് യൂസ്. അപ്പോൾ ഷൂൾസിൻ്റെ അഭിപ്രായത്തിൽ 3 സ്റ്റെപ്സ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് സപ്ലൈ ഓഫ് ന്യൂ ഇൻപുട്സ്. പുതിയ ഇൻപുട്ടിൻ്റെ സപ്ലൈയിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂ ഇൻപുട്സ് ടു ഫാമേഴ്സ് ഇൻപുട്സ്. പിന്നെ രണ്ടാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റൻഷൻ അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്സും ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റൻഷൻ സർവീസസ് ആണ് അതിൽ പറയുന്ന കാര്യം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂ ഇൻപുട്സ് വൺ ദ ന്യൂ ഇൻപുട്സ് ഹാവ് ബീൻ ഡെവലപ്ഡ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബിൽഡ് അപ്പ് നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമേഴ്സ്. ഷുഡ് സജസ്റ്റ് ദാറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ദർ മേ ബി സം ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂ ഇൻപുട്സ്. ദീസ് ഡിഫിക്കൽട്ടീസ് ഇൻക്ലൂഡ് ലിമിറ്റഡ് ഡിമാൻഡ്, ഹൈ കോസ്റ്റ്, റെസിസ്റ്റൻസ് ഫ്രം ദ സപ്ലൈ ഓഫ് ട്രഡീഷണൽ ഇൻപുട്സ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റൻഷൻ സർവീസസ് പറയുമ്പോൾ വെൽ ഡെവലപ്ഡ് എക്സ്റ്റൻഷൻ സർവീസസ് നീഡഡ് ടു ഇമ്പോർട്ട് knowledge to farmers about the method of using new inputs. Schultz argues that extension work may be carried out by the state as involve high cost. അടുത്തത് പറയുന്നത്
ഡിമാൻഡ് ഫോർ ന്യൂ ഇൻപുട്സ് ആണ്. അപ്പോൾ സപ്ലൈ ഓഫ് ന്യൂ ഇൻപുട്സ് അലോൺ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ. ദ ന്യൂ ഇൻപുട്സ് മസ്റ്റ് ആൾസോ ബി ഡിമാൻഡഡ് ബൈ ദ ഫാർമേഴ്സ്. ഫാർമേഴ്സ് അത് ഡിമാൻഡ് ചെയ്യും കൂടി വേണം. ഇൻ അതർ വേർഡ്സ് ദർ ഈസ് നീഡ് ടു ജനറേറ്റ് ഡിമാൻഡ് ഫോർ ന്യൂ ഇൻപുട്സ്. അക്കോർഡിംഗ് ടു ഷൂൾസ് ഡിമാൻഡ് ഫോർ ന്യൂ ഇൻപുട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി പറയുമ്പോൾ സപ്ലൈ പ്രൈസ് ഓഫ് ന്യൂ ഇൻപുട്സ് ആൻഡ് പ്രോസ്പെക്റ്റീസ് ഈൽഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽസ് ഇൻ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. സ്കിൽസ് ആൻഡ് നോളജ് ആർ ആൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ യൂസ് ഓഫ് ന്യൂ ഇൻപുട്സ് ആൻഡ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ. പുതിയത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആ പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ് അറിവുണ്ടായിരിക്കണം, നമുക്കത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലേ. ദ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് റിക്വയർഡ് എബൌട്ട് ദ യൂസ് ഓഫ് ന്യൂ ഇൻപുട്സ്. അക്കോർഡിംഗ് ടു ഷൂൾസ് സ്കിൽസ് ക്യാൻ ബി ഫോംഡ് ഇൻ 3 ways. 3 തരത്തിൽ സ്കിൽസ് ഫോം ചെയ്യാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ദ ജോബ് ട്രെയിനിങ്, സ്കൂളിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഷൂൾസ് പറയുന്നത്. അപ്പോൾ ടു ചൂസ് സ്കൂളിംഗ് വിത്ത് ഇമ്പോർട്ട് ദ ജനറൽ എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ പറയുന്ന കാര്യം ക്രിറ്റിസിസമാണ് ഷൂൾസിൻ്റെ തിയറിയുടെ. അപ്പോൾ ഷൂൾസ് സജഷൻ ടു ട്രാൻസ്ഫോം ട്രഡീഷണൽ അഗ്രികൾച്ചർ ആർ അൺഡൗട്ടഡ്ലി ഗുഡ് ആൻഡ് റിയലിസ്റ്റിക്. ഹവർ ദിസ് തിയറി സഫർ ഫ്രം സർട്ടൻ ഇൻഫോമിറ്റീസ്. ചില പോരായ്മകൾ ഇതിനുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ നോട്ട് പ്രാഗ്മാറ്റിക്. ഡെഫിനിഷൻ ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ഗിവൺ ബൈ ഷൂൾസ് ഈസ് നോട്ട് പ്രാഗ്മാറ്റിക് ആൻഡ് ഇസ് ഇംപ്ലിക്കേഷൻ ഹാവ് ബീൻ ചാലഞ്ചഡ് ബൈ മെനി ഇക്കണോമിസ്റ്റ്. പല ഇക്കണോമിസ്റ്റും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാർക്കറ്റ് അപ്രോച്ചാണ്. ഹി ഫേവേഴ്സ് മാർക്കറ്റ് അപ്രോച്ച് ഫോർ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ വിത്തൗട്ട് അസസിങ് ദ economy reality of underdeveloped countries. In such economies, markets are poorly organized and suffer from imperfection. Therefore, the initial state may have to undertake and control activities. മൂന്നാമത്തെ പോയിന്റ്, ഇഗ്നോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം. ഷൂൾസ് has ignored the role of institutional reform in the process of transformation of traditional agriculture. Ignore differences among the poor economies. Schulz has also ignored the difference among the poor economies with regard to factor endowment, extent of monetization and administrative efficiency. Last point, neglect the non-economic barriers. Schulz has paid attention only to economic factors in the transformation of traditional agriculture. He has neglected non-economic barriers like religious belief, conservatism and fatalist attitude of farmers, which can act as barriers for adoption. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഡെസ്പൈറ്റ് ദീസ് ക്രിറ്റിസിസം, ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് ഷൂൾസ് ഹാസ് മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് സജഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ. ഹിസ് അനലൈസിസ് വിൽ certainly be helpful in formulating policies for agricultural development. Okay.